ഹലോ, ഇന്ന് എൻ്റെയും കാവ്യയുടെയും കല്യാണമാണ്. അപ്പം കാവ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഒരു ഫീമെയിൽ വെർഷനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളിലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസും ഉണ്ട്. എങ്കിലും ആകെ കൂടി നോക്കുമ്പോൾ സിമിലാരിറ്റീസ് ഒരുപാട് കൂടുതലാണ്. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുമെന്നൊക്കെ എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാവ്യ ചൂസ് ചെയ്തത്. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ എന്നെപ്പോലെ തന്നെ ഒരു പാവമാണ്. വലിയ ബഹളോ ഇതൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് പോകുന്ന ഒരു ജോളി ടൈപ്പ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് കാവ്യ കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയത്. ഇനിയിപ്പോൾ പോകുന്ന ലാസ്റ്റ് വീഡിയോ കരയുവാണെങ്കിൽ അറിയാൻ പറ്റും. വിഷമമൊന്നുമിരിക്കും, കരയിരിക്കാനൊക്കെ നോക്കട്ടെ. കംഫർട്ടബിൾ ആയിരുന്നു. അന്ന് നമ്മൾ മിണ്ടി തുടങ്ങിയപ്പോഴേ നമുക്കൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്ത്. പിന്നെ അവിടുത്തെ പേരൻസ് ആയാലും ഭയങ്കര നല്ല അപ്രോച്ചാണ് നമ്മളോടൊക്കെ. അപ്പോൾ എപ്പോഴും നന്നായിട്ട് പഠിക്കണം, ജോലി, ആ ഒരു രീതി. അപ്പോൾ എനിക്കും അങ്ങനെയുള്ള ഫാമിലി പോകണമെന്നായിരുന്നു ആഗ്രഹം. ഐ ആം സാറ്റിസ്ഫൈഡ്. പിന്നെ എനിക്ക് കാവ്യയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആള് മറ്റുള്ളവർക്ക് വേണ്ടി കുറേ എഫർട്ട് എടുക്കാറുണ്ട്, ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി കെയർ ചെയ്യാറുണ്ട്. ആ ഒരു നേച്ചറൊക്കെ എനിക്ക് കാവ്യയുടെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു പുതിയ ലൈഫ് തുടങ്ങുവാണ്. അപ്പം ഇതുവരെയുള്ള ലൈഫിൽ ഇതുവരെ ദൈവം ഒന്നും വരുത്തിച്ചിട്ടില്ല. കാരണം നല്ല പേരൻസിനെ തന്നിരിക്കുന്നത്. പേരൻസ് എന്ന് വെച്ചാൽ കൊച്ചുനാൾ തൊട്ട് അച്ഛൻ എനിക്ക് റെസ്പെക്റ്റ് തന്നു, അച്ഛൻ അങ്ങോട്ട് ഞാൻ റെസ്പെക്റ്റ് കൊടുത്തു. കാരണം നമ്മളൊരു കൊച്ചുനാളിൽ തന്നെ നമ്മളോട് ചോദിക്കും, മോളെ ഇത് ചെയ്യാവോ, നമുക്ക് ഇങ്ങോട്ട് ചോദിക്കും നമ്മളോടൊരു അഭിപ്രായം. ഒരു ഈക്വൽ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പോൾ എന്ത് കാര്യത്തിനാലും എനിക്ക് ടെൻഷനില്ല അച്ഛനോടും അമ്മയോടും പറയും. കാരണം അവരോടല്ലേ, കാരണം ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫീലാണ്. സോ ഇനിയുള്ള ന്യൂ ലൈഫിലും അതുപോലൊക്കെ തന്നെ എല്ലാം സംഭവിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കണേ, അതേ ഉള്ളൂ. അച്ഛൻ്റെ 2 പൊന്നു മക്കളുമാരാണ്. അതിന് മൂത്താളായാണ്. ഇയാൾ വളരെയേറെ സൗമ്യവും, രണ്ടുപേരും അങ്ങനെ തന്നെ. ഇയാൾ പ്രത്യേകിച്ച് പെരുമാറ്റവും കാര്യങ്ങളും. അപ്പം അതിനൊക്കെ അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് വളരെ സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഒരു ഈശ്വരാനുഗ്രഹവും ആയിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഞങ്ങൾ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു.